प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं। बच्चों आप ठीक है ना? എല്ലാവരും നമ്മുടെ ഹിന്ദി പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡി അല്ലേ? യെസ് മക്കളെ, നമുക്ക് എന്ത് ചെയ്യാം? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമുക്ക് 4 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നേടാൻ പറ്റിയ ഒരു ചോദ്യമാണ് മാഷ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്റെ മക്കൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കോളൂ മക്കളെ. സവാൽ ദേഖിയേ, എന്താണ് ചോദ്യം? ജൽ സംരക്ഷൺ കാ സന്ദേശ് ദേത്തെ ഹുയി ഏക് പോസ്റ്റർ തയ്യാർ കരേ. എന്താണ് മക്കളെ ജൽ സംരക്ഷൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്റെ മക്കൾക്കറിയാം എന്താണ്. നിങ്ങൾ ജൽ ബാങ്ക് എന്നുള്ള ഒരു പാഠഭാഗം പഠിച്ചിട്ടുണ്ടല്ലേ? അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. ജലസംരക്ഷണം അല്ലെ, ജലസംരക്ഷണം അല്ലെ, ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് തയ്യാറാക്കാനാ പറഞ്ഞിട്ടുള്ളത് മക്കളെ? ഒരു പോസ്റ്റർ, ജലസംരക്ഷണവുമായി ഒരു സന്ദേശം, ജലസംരക്ഷണ സന്ദേശം അല്ലെ, ഒരു സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തയ്യാറാക്കണം. അപ്പൊ നമുക്ക് ഒരുപാട് പോസ്റ്റർ നിങ്ങളുടെ മനസ്സിലുണ്ട്. അത് എങ്ങനെ വളരെ കൃത്യമായിട്ട് നമുക്ക് പരീക്ഷയിൽ മാർക്ക് നേടാൻ കഴിയുന്ന രീതിയിൽ ലളിതമായിട്ട് എഴുതാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? യെസ്, നോക്കാം. നോക്കിക്കോളൂ മക്കളെ. യെസ്, ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? പോസ്റ്റർ തയ്യാറാക്കാം അല്ലെ. അപ്പൊ ജലവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എന്റെ മക്കൾക്ക് നിങ്ങളുടെ കലാവാസനയൊക്കെ എന്ത് ചെയ്യാം? ഇതിൽ ഉപയോഗപ്പെടുത്താം അല്ലെ. നല്ലൊരു ചിത്രമൊക്കെ വരച്ചിട്ടില്ലേ? ഭൂമിയിൽ നിന്നും ഒരു ടാപ്പ് തുറക്കുന്ന ഒരു ചിത്രമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. നിങ്ങളുടെ സൃഷ്ടിക്കനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതൊക്കെ മോഡിഫൈ ചെയ്യാം. അപ്പൊ ഇതിൽ മാഷ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ള എന്താ? ജൽ കാ ദുരുപയോഗ മത് കരോ. എന്താണ് മക്കളെ? ഇതെല്ലാവരും ഈ പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ്? ജൽ കാ ദുരുപയോഗ മത് കരോ. വെള്ളത്തിന്റെ ദുരുപയോഗം നമ്മൾ എന്ത് ചെയ്യണം? ജലത്തിന്റെ ദുരുപയോഗം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ടാപ്പൊക്കെ തുറന്നിട്ടിട്ട് അനാവശ്യമായിട്ട് നമ്മൾ വെള്ളം പാഴാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പൊ ഇത്തരത്തിൽ നമുക്കൊന്ന് കൊടുക്കാം. അടുത്തതായി നമുക്ക് എങ്ങനെ പറയാം? ജൽ കാ സംരക്ഷൺ കരോ. വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. ജലത്തെ നമ്മൾ സംരക്ഷിക്കണം. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഇത്തരത്തിൽ ഒന്ന് കൊടുക്കാം. ജൽ നഹി തോ കൽ നഹി അല്ലെ. വെള്ളമില്ലെങ്കിൽ നാളെ ഇല്ല അല്ലെ. നമ്മൾ ജീവിതം നമുക്ക് നിലനിർത്തണമെങ്കിൽ ജലം അനിവാര്യമാണ്, വെള്ളം അനിവാര്യമാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എഴുതാം. ജൽ നഹി തോ കൽ നഹി. ക്ലിയർ ആണോ മക്കളെ? യെസ്. ജൽ പ്രകൃതി കാ അമൂല്യ വരദാൻ ഹേ അല്ലെ. ജലം പ്രകൃതിയുടെ അമൂല്യമായ വരദാനമാണ് അല്ലെ. ഇത്തരത്തിൽ നമുക്ക് എഴുതാം മക്കളെ. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വെക്കാൻ കഴിയുന്നതാണ് ഈ പറഞ്ഞ 4 എണ്ണവും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇതിൽ നിന്നും 1 2 എത്രയാണോ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവസാനം നമുക്ക് നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങൾ ഇങ്ങനെ പതിച്ചു വെക്കുന്ന ഒരു പോസ്റ്റർ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഹിന്ദി ക്ലബിന്റെ കീഴിലാണ് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഹിന്ദി ക്ലബ് എന്ന് കൊടുക്കാം. ഇനി അതിനൊരു പേരുണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? താഴെ എന്ത് ചെയ്യാം? പേരും കൊടുക്കാം അല്ലെ. പ്രേംചന്ദ് ഹിന്ദി ക്ലബ്ബ് അല്ലെ. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിന് താഴെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഇത്തരത്തിലൊരു ചിത്രവും അതിന് വെള്ളവുമായി ബന്ധപ്പെട്ട് സംരക്ഷണം നൽകുന്ന ജലസംരക്ഷണ സന്ദേശം നൽകുന്ന ഇത്തരത്തിലുള്ള മനോഹരമായ പോസ്റ്ററും അതിലൊരു അടങ്ങിയ ഒരു പിക്ചറും താഴെ നിങ്ങളുടെ ഹിന്ദി ക്ലബിന്റെ പേരൊക്കെ അടങ്ങിയിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ, ഈ വരുന്ന പരീക്ഷയിൽ നിങ്ങൾക്ക് 4 മാർക്ക് വളരെ എളുപ്പത്തിൽ ഈ 4 സന്ദേശം നൽകുന്ന 4 പോസ്റ്റർ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് 4 മാർക്ക് എന്റെ മക്കൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. റെഡി അല്ലേ മക്കളെ? അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഇനി എന്റെ എല്ലാ മക്കളും 4 മാർക്ക് നേടുമല്ലോ. റെഡി അല്ലേ മക്കളെ? അച്ഛാ വെച്ചോ. അഗ്ലാ വീഡിയോ മേ अब फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय.